exercise question number 1, page number 146. നമുക്കൊരു quadrilateral തന്നിട്ടുണ്ട്. ചിത്രം ശ്രദ്ധിക്കുക. Calculate the length of the sides and diagonals of the quadrilateral. ചിത്രത്തിലെ ചതുർഭുജത്തിന്റെ വശങ്ങളുടെയും വികർണങ്ങളുടെയും നീളം കണക്കാക്കുക. അപ്പോൾ ക്വാഡ്രിലാറ്ററലിന് 4 വേർട്ടീസസ് ആണുള്ളത്. 4 വേർട്ടീസസിന്റെയും കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വേർട്ടീസസുകൾക്ക് പേര് കൊടുക്കാം. ആദ്യത്തെ വേർട്ടെക്സിന് എ കൊടുക്കാം, രണ്ടാമത്തെ വേർട്ടെക്സിന് ബി കൊടുക്കാം, ഇതിന് സി കൊടുക്കാം, ഇതിന് ഡി കൊടുക്കാം. നമുക്ക് എഴുതുമ്പോൾ എളുപ്പമാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, ഈ വേർട്ടീസസുകൾ, അതായത് ഈ ക്വാഡ്രിലാറ്ററലിന്റെ സൈഡ്സിന്റെ ലെങ്ത്, വശത്തിന്റെ നീളം കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ വികർണങ്ങളുടെ നീളം കണ്ടുപിടിക്കണം. ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അടുത്തടുത്തല്ലാത്ത 2 പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ എന്ത് പറയാ, ഡയഗണൽ എന്ന് പറയുന്നത്. അപ്പൊ എയും സിയും അടുത്തടുത്തുള്ള പോയിന്റ്സ് അല്ല, അപ്പൊ അതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയഗണൽ എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യം സൈഡ്സ് കാണാം. അപ്പം ലെങ്ത് കാണാം എന്ന് പറഞ്ഞാൽ ലെങ്ത് തന്നെയാണ് ഡിസ്റ്റൻസും. എയുടെയും എ ബി എന്ന ലൈനിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം തന്നെയാണ്. സോ ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല തന്നെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ആദ്യം സൈഡുകൾ തമ്മിലുള്ള ലെങ്ത് കാണാം. അതിനു മുമ്പ് നമുക്ക് പേര് കൊടുക്കാം. എ ബി സി ഡി, നമ്മൾ കൊടുത്ത പേര് നമുക്കൊന്ന് മെൻഷൻ ചെയ്യാം. എ ബി സി ഡി ആർ ദ 4 vertices of the quadrilateral. Okay, and നമുക്ക് ഇപ്പൊ നമ്മൾ മാർക്ക് ചെയ്തു AC, BD are the diagonals. നമുക്ക് എന്തൊക്കെ കാണണം, 4 സൈഡിന്റെ ലെങ്ത് കാണണം. സോ നമുക്ക് അതും എഴുതി വെക്കാം. We have to find, ഓരോ സൈഡും പറയൂ. എ ബി, ഈ സൈഡിനെ നമ്മൾ ബി സി, ഈ സൈഡ് സി ഡി, ഈ സൈഡ് ഡി, എ ഡി എന്നും പറയാം, കുഴപ്പമില്ല. സോ ഈ സൈഡ് ഡി ആണ്. ഇനി നമുക്ക് ഡയഗണൽസ് ഉള്ളത് എ സി പിന്നെ ബി ഡി. ഓക്കെ, ഇപ്പൊ നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാം. ആദ്യം എ ബി. എ ബി ഇസ് ഈക്വൽ ടു, അതായത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞ ആ ഒരു ഓർഡറിൽ തന്നെ പോവാ. 2 പോയിന്റ്സ് തന്നാൽ ആദ്യം നോക്കേണ്ടത് അതിന്റെ y കോർഡിനേറ്റ്സ് സെയിം ആണോ എന്ന് നോക്കാം. നോക്കൂ, യെസ്, y കോർഡിനേറ്റ്സ് സെയിം ആണ്. അപ്പൊ നമുക്ക് അതിനെ ഒഴിവാക്കാം. സോ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ്. സോ അവിടെ മോഡ് ഇടണം. -3ഉം 1ഉമാണ് എക്സ് കോർഡിനേറ്റ്സ്. സോ വലിയ നമ്പറായ 1ൽ നിന്ന് 1 ആണ് വലിയ നമ്പർ. -3ഉം 1ഉം എടുക്കുമ്പോൾ പോസിറ്റീവ് നമ്പറാണ് വലിയ നമ്പർ. അതിൽ നിന്ന് ചെറിയ നമ്പർ -3 കുറയ്ക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 1 - -3 വരുമ്പോൾ 1 + 3 വരും. സോ 4 യൂണിറ്റ്സ്. എളുപ്പത്തിൽ ചെയ്യും. ഇനി മറ്റ് ഫോർമുല ഉപയോഗിച്ച് തന്നെ ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ രീതിയിൽ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ കഴിയും. അടുത്തപ്പോൾ നമ്മൾ എ ബി കണ്ടുപിടിച്ചു, 4 യൂണിറ്റ്സ് കിട്ടി. അടുത്ത് നമുക്ക് കാണാം ബി സി. സോ നിങ്ങൾ ബിയും സിയും നോക്കുക. y കോർഡിനേറ്റ് സെയിം ആണോ, അല്ല. എക്സ് കോർഡിനേറ്റ് സെയിം ആണോ, അല്ല. 2 കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ എന്താ, ഒരു പോയിന്റ് ഒറിജിൻ ആണോ, യെസ്, ഒരു പോയിന്റ് ഒറിജിൻ ആണ്. അപ്പൊ ആ പോയിന്റിനെ അങ്ങ് ഒഴിവാക്കുക. സോ ബി സിയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഏതാണോ പോയിന്റ് അതിന്റെ ഓരോ കോർഡിനേറ്റ്സിന്റെ സ്ക്വയർ കണ്ടാൽ മതി. റൂട്ട് ഇട്ടോള 1ന്റെ സ്ക്വയർ 1² പ്ലസ് അടുത്ത പോയിന്റ് -2 ആണ്. അടുത്ത y കോർഡിനേറ്റ് എന്ന് പറയുന്നത്. സോ -2 സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1² 1 പ്ലസ് നെഗറ്റീവിന്റെയും പോസിറ്റീവിന്റെയും സ്ക്വയർ പോസിറ്റീവ് തന്നെയാണ്. സോ നെഗറ്റീവ് എന്നുള്ളത് മൈൻഡ് ചെയ്യേണ്ട. 2ന്റെ സ്ക്വയർ എത്ര വരും, 4. സോ റൂട്ട് ഓഫ് 1 + 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, √5. സോ ആൻസർ √5 യൂണിറ്റ്സ്. ഓക്കെ, ഇനി അടുത്ത സൈഡ് സി ഡി. സിയും ഡിയും എടുക്കുക. y കോർഡിനേറ്റ് സെയിം ആണോ, അല്ല. എക്സ് കോർഡിനേറ്റ് സെയിം ആണോ, അല്ല. ഒരു പോയിന്റ് ഒറിജിൻ ആണോ, യെസ്, ഒരു പോയിന്റ് ഒറിജിൻ. സോ നമുക്ക് അതിനെ ഒഴിവാക്കാം. അപ്പോൾ ബാക്കിയുള്ള മറ്റ് പോയിന്റിനെ നോക്കിയാൽ മതി.
-3യുടെ x കോർഡിനേറ്റ് -3 സ്ക്വയർ പ്ലസ് 1 ആണ് y കോർഡിനേറ്റ് 1 സ്ക്വയർ. എനിക്ക് റൂട്ട് ഇട്ടോളാം. സോ റൂട്ട് ഓഫ് -3 സ്ക്വയർ. ഇപ്പൊ 3 സ്ക്വയർ കണ്ടാൽ മതി. മൈനസിന്റെ സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് ആണ്. സോ 3 സ്ക്വയർ 9 ആണ്. 1 സ്ക്വയർ 1 ആണ്. സോ റൂട്ട് ഓഫ് 9 + 1 10. റൂട്ട് 10 യൂണിറ്റ്സ് ആണ് സി ഡിയുടെ ലെങ്ത്. അടുത്ത് നമുക്ക് കാണേണ്ടത് ഡി എ ആണ്. ഓക്കെ, ഡി എ. വൈ കോർഡിനേറ്റ് സെയിം ആണോ? അല്ല. എക്സ് കോർഡിനേറ്റ് സെയിം ആണോ? യെസ്, എക്സ് കോർഡിനേറ്റ്സ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഡി എ ഡിഫറൻസ് എന്താ? വൈ കോർഡിനേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ മോഡിട 1ഉം -2 ആണ്. വലിയ നമ്പർ 1 ആണ്. 1ൽ നിന്ന് ചെറിയ നമ്പർ -2 കുറയ്ക്കും. സോ 1 - -2 എന്ന് പറയുമ്പോൾ 1 + 2 വരും. 1 + 2 എത്രയാണ്? 3 യൂണിറ്റ്സ് ആണ്. സോ നമ്മൾ ഈ ഒരു തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററലിന്റെ 4 സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ള ഡയഗണൽസിന്റെ ലെങ്ത് ആണ് എ സി. ആദ്യത്തെ ഡയഗണൽ എ സി. എയിലും സിയിലും നമുക്ക് കാണാം ഒരു പോയിന്റ് ഒറിജിൻ ആണ്. അപ്പൊ നമുക്ക് അതിനെ ഒഴിവാക്കാം. സോ ഈ 2 പോയിന്റ്സ് നമ്മളെ ഡിസ്റ്റൻസ് കാണണമെങ്കിൽ റൂട്ട് ഇട്ടോളാം. -3ന്റെ സ്ക്വയർ -3 സ്ക്വയർ പ്ലസ് -2ന്റെ സ്ക്വയർ -2 സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു -3 സ്ക്വയർ എന്താ? 3ന്റെ സ്ക്വയർ 9 പ്ലസ് -2 സ്ക്വയർ എത്ര? 2ന്റെ സ്ക്വയർ 4. സോ റൂട്ട് 13 യൂണിറ്റ്സ് ആണ് എ സി. ഓക്കെ, ഇനി അവസാനം ബി ഡി. ബി ഇത് ഡി ഇത്. വൈ കോർഡിനേറ്റ് സെയിം ആണോ? അല്ല. എക്സ് കോർഡിനേറ്റ് സെയിം ആണോ? അല്ല. ഒരു പോയിന്റ് ഒറിജിൻ ആണോ? അല്ല. അപ്പൊ 4ാമത്തെ കേസിൽ വേണം കൺസിഡർ ചെയ്യാം. അപ്പൊ 3ാമത്തേനും 4ാമത്തേനും റൂട്ട് ഉണ്ട്. ഓക്കെ, ഇനി എക്സ് കോർഡിനേറ്റുകൾ നോക്കിക്കേ. 1ഉം -3. അപ്പൊ 1ഉം -3 തമ്മിലുള്ള വ്യത്യാസം കാണണം. അപ്പൊ വലിയ നമ്പറായ 1ൽ നിന്ന് ചെറിയ നമ്പർ -3 കുറയ്ക്കുക, സ്ക്വയർ ഇടുക. ഓക്കെ, പ്ലസ്. ഇനി വൈ കോർഡിനേറ്റ്സ് നോക്ക്. 1ഉം -2. വലിയ നമ്പറായ 1ൽ നിന്ന് ചെറിയ നമ്പർ -2 കുറയ്ക്കുക, സ്ക്വയർ ഇടുക. ഓക്കെ, അപ്പൊ എന്ത് വരും? 1 - -3 എന്ന് പറയുമ്പോൾ 1 + 3 വരും. 1 + 3 എത്രയാണ്? 4 ആണ്. സോ 4 സ്ക്വയർ പ്ലസ് 1 - -2 എന്ന് പറയുമ്പോൾ 1 + 2 വരും. 3 ആണ്. 3 സ്ക്വയർ. ഇനി 4 സ്ക്വയർ 16, 3 സ്ക്വയർ 9. സോ റൂട്ട് 25. റൂട്ട് 25 എന്ന് പറയുന്നാൽ എത്രയാണ്? 5 യൂണിറ്റ്സ് ആണ് ബി ഡിയുടെ ലെങ്ത്. സോ ഈ മെത്തേഡിൽ ആൻസർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. അല്ലാതെ റൂട്ട് ഇട്ട് ഓരോ നമ്പർ x1ന് ഇന്ന വാല്യൂ, x2ന് ഇന്ന വാല്യൂ എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുന്ന കാണാറുണ്ട്. അപ്പോൾ മിക്ക കുട്ടികളും മിസ്റ്റേക്ക് വരുത്തും. നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും വരുമ്പോൾ ബുദ്ധിമുട്ടുന്നത് കാണാറുണ്ട്. സോ അങ്ങനെ പോണ്ട. ഈ മെത്തേഡിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് വരുത്താതെ ആൻസറിലേക്ക് എത്താം. SSLC 2017 ചോദിച്ച 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. The diagonals of a square passes through the origin. If one corner is -4, 4, find the other 3 corners. Second, the length of a side of the square. ഒരു സമചതുരത്തിന്റെ വികർണങ്ങൾ ആധാര ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. ഒരു മൂല -4, 4 ആണെങ്കിൽ താഴെ പറയുന്നവ കണ്ടെത്തുക. മറ്റു 3 മൂലകൾ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം. അപ്പൊ നമുക്കൊരു റഫ് ഫിഗർ വരയ്ക്കാം. ഒരു സ്ക്വയർ വരയ്ക്കാം. റഫായിട്ട് വരച്ചാൽ മതി. ഓക്കെ, ഇനി ഈ സ്ക്വയറിന്റെ ഡയഗണൽസ് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഓക്കെ, 2 ഡയഗണൽസും ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അപ്പം ഈ പോയിന്റ് ആയിരിക്കും എന്ത്? ഒറിജിൻ. ഇനി ഒരു കോർണർ തന്നിട്ടുണ്ട് -4, 4. അപ്പൊ നമുക്ക് എവിടെയാണ്, മുകളിലാണോ താഴെയാണോ എന്നൊന്നും തീരുമാനിക്കാൻ വേറൊരു കോർണർ തന്നിട്ടില്ല. ഓപ്പോസിറ്റ് വേർട്ടെക്സ് എങ്ങാനും തന്നാലാണ് നമ്മൾ ലെഫ്റ്റ് ബോട്ടം റൈറ്റ് ടോപ്പ് എന്നൊക്കെ പറഞ്ഞ് എഴുതുക. ഇവിടെ അങ്ങനെ ഒന്നും തന്നിട്ടില്ല. നമുക്ക് ഏതെങ്കിലും ഒരു കോർണർ -4, 4 ആയിട്ട് എടുക്കാം. എന്നിട്ട് മറ്റു 3 കോർണേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഈ കോർണറിന് എ എന്ന് പേര് കൊടുക്കാം. ബി കാണണം, സി കാണണം, ഡി കാണണം. ഓക്കെ, ഇനി നമുക്കറിയാം
ഡയഗണൽ AC എന്ന് പറഞ്ഞ ഡയഗണലും BD എന്ന് പറഞ്ഞ ഡയഗണലിന്റെ ലെങ്ത് സെയിം ആയിരിക്കും. ബിക്കോസ് ഇതൊരു സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ ഡയഗണൽസിന്റെ ലെങ്ത് സെയിം ആയിരിക്കും. അത് രണ്ടും ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആ രണ്ട് ഡയഗണൽസിന്റെയും മിഡ് പോയിന്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് O എന്ന് കൊടുത്താൽ AOയുടെ ലെങ്ത് തന്നെയായിരിക്കും OCയുടെ ലെങ്ത്. മനസ്സിലാവുന്നുണ്ടോ? സോ നോക്കിക്കോളൂ, AOയുടെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം Aന്റെ കോർഡിനേറ്റ്സും അറിയാം, Oന്റെ കോർഡിനേറ്റ്സും അറിയാം. അപ്പൊ രണ്ട് കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്ക് ആദ്യം AO കാണാം. AO എന്ന രണ്ട് പോയിന്റ്സിൽ ഒരു പോയിന്റ് ഒറിജിൻ ആണ്. സോ ഡിസ്റ്റൻസ് കാണണമെങ്കിൽ ആ ഒറിജിനെ ഒഴിവാക്കി മറ്റേ പോയിന്റിന്റെ ഓരോ കോർഡിനേറ്റ്സിന്റെ സ്ക്വയർ കണ്ട് കൂട്ടി അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. സോ -4 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. -4 സ്ക്വയർ എത്രയാണ്? 16. 4 സ്ക്വയർ എത്രയാണ്? 16. സോ 16 കൂട്ടുമ്പോൾ 32 എന്ന് വരും. അതിനെ വളരെ സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതാൻ പറ്റും. 32നെ നമുക്ക് 16 × 2 എന്ന് എഴുതാം. 16ന്റെ റൂട്ട് 4 ആണ്, 2ന്റെ റൂട്ട് √2. സോ 4√2 ആണ് AOയുടെ ലെങ്ത് നമുക്ക് കിട്ടുക. ഓക്കെ, സോ AOയുടെ ലെങ്ത് 4√2 ആണെങ്കിൽ OCയുടെ ലെങ്ത് എന്ത് തന്നെയാണ്? 4√2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ACയുടെ ലെങ്ത് എത്രയായിരിക്കും? ACയുടെ ലെങ്ത് 8√2 ആയിരിക്കും. 4√2 + 4√2 8√2 ആയിരിക്കും. Okay, so AO is equal to 4√2 units. Therefore, OC is equal to 4√2 units. Reason എന്താ? Since O is the midpoint of diagonal AC. വികർണം ACയുടെ മധ്യബിന്ദുവാണ് O. അതുകൊണ്ട് AOയുടെ ലെങ്ത് തന്നെയായിരിക്കും OCയുടെ ലെങ്ത്തും. Therefore, AC is equal to എത്ര വരും? ഈ രണ്ടെണ്ണം കൂട്ട, ഇത്രയും കൂട്ട, ഇതും കൂട്ട. അപ്പൊ 4√2 + 4√2. അപ്പോൾ ഇറാഷണൽ നമ്പർ വരികയാണെങ്കിൽ നമ്മൾ 4ഉം 4ഉം കൂട്ടും. എത്രയാ? 8. എന്നിട്ട് അതേ √2 എഴുതി വെക്കും. സോ 8√2 യൂണിറ്റ്സ് ആണ് ACയുടെ ലെങ്ത്. അതായത് എയും സിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? 8√2 യൂണിറ്റ്സ്. ഇനി ഈ സ്ക്വയറിൽ നമുക്ക് ഡയഗണലിന്റെ ലെങ്ത് കിട്ടി 8√2. സോ ഈ ഡയഗണലിന്റെ ലെങ്ത്തും എന്ത് തന്നെയാണ്? 8√2 തന്നെയാണ്. AC is equal to BD ആണ്. അത് 8√2 ആണ്. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ മാത്രം എടുക്കാം. കാരണം ഇത് 90 ഡിഗ്രി ആണ്, സ്ക്വയർ ആണ്. ഓക്കെ, സോ ട്രയാങ്കിൾ ABC. A ഇത്, B ഇത്, C ഇത്. ACയുടെ ലെങ്ത് 8√2 ആണെങ്കിൽ ഈ രണ്ട് സൈഡും, ഇത് സ്ക്വയർ ആണെന്ന് ആദ്യമേ തന്നിട്ടുണ്ട്. സോ ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. സോ ഈ രണ്ട് സൈഡും എത്ര വീതം വരും? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് എത്രയാണോ, ഐസോസെൽസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് എത്രയാണോ അതിന്റെ ഡയഗണൽ ആ ലെങ്ത്തിന്റെ √2 മടങ്ങായിരിക്കുന്നു. അതായത് 1ഉം 1ഉം വന്നാൽ √2, 2ഉം 2ഉം വന്നാലോ 2√2, 3ഉം 3ഉം വന്നാൽ 3√2 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 8√2 ഡയഗണൽ കിട്ടണമെങ്കിൽ ഈ രണ്ട് സൈഡും എത്ര വീതമായിരിക്കണം? 8 വീതമായിരിക്കണം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഡയഗണൽ, നമ്മുടെ സ്ക്വയറിന്റെ ഓരോ സൈഡിന്റെ ലെങ്ത് 8 ആണെന്ന് കിട്ടി. അത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് നമുക്ക് അതിന്റെ ആൻസർ കിട്ടി. 8 യൂണിറ്റ്സ് ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്കതിൽ കാണാൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഇതിന്റെ 3 വേർട്ടീസസും കൂടെ കാണണം. അപ്പോൾ ഇത് നമ്മൾ -4 എന്ന് എടുത്തു. പക്ഷെ ഇത് പാരലൽ ടു എക്സ് ആക്സിസ് ഒന്നും തന്നിട്ടില്ല. ഇവിടെയാണ് ഒറിജിൻ ഉള്ളത്. സോ ആ ഒരു കൺഫ്യൂഷൻ തീർക്കാനായിട്ട് നമുക്ക് ഏറ്റവും ഈസി നമ്മുടെ റഫായിട്ടൊരു കോർഡിനേറ്റ് പ്ലെയിൻ അങ്ങ് വരയ്ക്കാം. ഇതാണ് ഒറിജിൻ.
ഓക്കെ, -4 എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യാം. -4 സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരിക. എക്സ് ആക്സിസിൽ -4, വൈ ആക്സിസിൽ 4. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഒരു ഡയഗണൽ നമ്മൾ വരയ്ക്കുമ്പോൾ അത് ഒറിജിനിലൂടെ പാസ് ചെയ്യും. ഇവിടെ നിന്ന് 8 യൂണിറ്റ് താഴേക്ക് വരയ്ക്കാം, 8 യൂണിറ്റ് റൈറ്റ് സൈഡിലേക്ക് വരയ്ക്കാം, 8 യൂണിറ്റ് മുകളിലേക്ക് വരയ്ക്കാം, 8 യൂണിറ്റുമായിട്ട് ഇതിനെയും ജോയിൻ ചെയ്യാം. ബിക്കോസ് നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു 8 യൂണിറ്റാ വരികയെന്ന്. ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള 3 കോർണേഴ്സും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓക്കെ, സോ ഇതിന്റെ പേര് നമ്മൾ കൊടുത്തത് എ ആയിരുന്നു. സോ ഇത് നമുക്ക് ബി എടുക്കാം, ഇത് സി എടുക്കാം, ഇത് ഡി എടുക്കാം. ഓക്കെ, ഇനി പറയൂ, ഈ കോർഡിനേറ്റ്സിന്റെ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റ് കാണണമെങ്കിൽ നമ്മൾ മുകളിലേക്കോ താഴേക്കോ നോക്കിയാൽ മതി. ഇവിടെ മുകളിലേക്ക് നോക്കാം, -4 ആണ്. ഓക്കെ, ഇനി വൈ കോർഡിനേറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ഇതിന്റെ കോർഡിനേറ്റ്സ് എന്താണെന്ന് അറിയണം. നമുക്കറിയാം ഈ ലെങ്ത് 8 ആണെന്ന്. സോ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അത് ഹൊറിസോണ്ടൽ ലൈനിന്റെ ലെങ്ത് ആണ് തരുന്നതെങ്കിൽ എക്സ് കോർഡിനേറ്റിന്റെ കൂടെ അത് ആഡ് ചെയ്യണം. സോ -4 + 8 എന്ത് വരും? 4 വരും. ഓക്കെ, ഇനി ഈ പോയിന്റ് എന്താ വരിക? ഈ പോയിന്റ് ഓൺ വൈ ആക്സിസ് ആണ്. സോ എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് ഇത് തന്നെയാണ്. ഇത്രയും 4 യൂണിറ്റ്സ് താഴേക്ക് ഇങ്ങോട്ടേക്കും 4 യൂണിറ്റ്സ് തന്നെയാണ് വരേണ്ടത്. ബിക്കോസ് ഇതൊരു സ്ക്വയർ ആണ്. ഇതിന്റെ കോർഡിനേറ്റ്സ് 0, -4 ആണ് വരിക. ഓക്കെ, സോ വാട്ട് അബൌട്ട് ദ വൈ കോർഡിനേറ്റ്? വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? -4 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ -4ന്റെ കൂടെ 8 ആഡ് ചെയ്ത് 4 ഇവിടെ കിട്ടി. വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? ഇതെല്ലാം ഒരേ ലൈനിലെ പോയിന്റ്സ് ആണ്. ആ ലൈൻ എക്സ് ആക്സിസിന് പാരലൽ ആണ്. സോ അതിന്റെ വൈ കോർഡിനേറ്റ്സ് ഒക്കെ സെയിം ആയിരിക്കും. ഇവിടെ -4 വരും. ഇനി ഡിന്റെ കോർഡിനേറ്റ്സും കൂടെ കിട്ടിയാൽ മതി. സോ ഇത് എക്സ് കോർഡിനേറ്റ് എഴുതാൻ നമുക്ക് നേരെ താഴേക്ക് നോക്കാം, 4 വരും. വൈ കോർഡിനേറ്റ്സ് എഴുതാൻ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കാം, 4 വരും. സോ വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദിസ് സ്ക്വയർ? A -4 4, B -4 -4, C 4 -4, D 4 4. Okay, so ആദ്യത്തെ ആൻസർ -4 -4, 4 -4, 4 4. ഇനി ഒരു സൈഡിന്റെ ലെങ്ത് എത്രയാണ്? 8 യൂണിറ്റ്സ്. SSLC മോഡൽ 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫിഗർ ശ്രദ്ധിക്കുക. ഇൻ ദ ഫിഗർ OABC is a trapezium. OC is equal to 4√2. Angle COA is equal to 45 degree. Coordinates of A is 6, 0. What is the perpendicular distance from C to OA? Write the coordinates of B and C. ചിത്രത്തിൽ OABC ഒരു ലംബകമാണ്. OC 4√2, കോൺ COA 45 ഡിഗ്രി. എയുടെ സൂചക സംഖ്യകൾ 6, 0. സിയിൽ നിന്ന് OAയിലേക്കുള്ള ലംബ ദൂരം എത്രയാണ്? B, C എന്നീ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എഴുതുക. സോ നമുക്ക് ആദ്യം കാണേണ്ടത് ഒന്നാമത്തെ ആൻസർ കണ്ടുപിടിക്കാം. സിയിൽ നിന്ന് സിയിൽ നിന്ന് OAയിലേക്കുള്ള, ഇതാണ് OA. സിയിൽ നിന്ന് OAയിലേക്കുള്ള പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, ആ പെർപെൻഡിക്കുലർ നമുക്ക് CD എന്ന് പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്തു. ഓക്കെ, ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് എഴുതാം. കൺസിഡർ ട്രയാങ്കിൾ CDO. മാറ്റിയൊന്ന് വരയ്ക്കാം. എന്താ നിങ്ങൾ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണുന്നത്? ഇത് O ആണ്, ഇത് D ആണ്, ഇത് C ആണ്. ഇതാണ് 90 ഡിഗ്രി. OCയുടെ ലെങ്ത് അറിയാം, 4√2. ഈ ആംഗിൾ 45 ആണ്.
സോ ഒരു ആംഗിൾ 45 ആണെങ്കിൽ മറ്റ് രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? 45ഉം 90. 45, 90 ആംഗിൾസ് വരുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡ്സുകൾ തമ്മിലുള്ള റേഷ്യോ നമുക്കറിയാം 1:1:√2 ആണ്. നമുക്കറിയുന്ന 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് എത്രയാണത്? 4√2 ആണ്. അതായത് √2 4√2 ആണ്. √2നെ എങ്ങനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 4√2 കിട്ടുക? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. സോ 1നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഈ 1നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഒരു 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 4 ആണ്, മറ്റ് 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 4 ആണ്. നമുക്ക് കാണേണ്ടത് പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് ആണ്, സി ഡിയുടെ ലെങ്ത് ആണ്. നമുക്ക് കിട്ടി എത്രയാണ്? 4√2. അപ്പൊ നമുക്ക് എഴുതാം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം സി ടു ഒ എ, അതിന്റെ പേര് നമ്മൾ ഇട്ടു സി ഡി. ലെങ്ത് എത്രയാണ്? 4 യൂണിറ്റ്സ് എന്ന് എഴുതാം. ഓക്കെ. സോ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബിയുടെയും സിയുടെയും പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം ബിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്നതായിരിക്കും ഈസി. ബിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് എഴുതാം. സോ ബിയുടെ കോർഡിനേറ്റ്സ് എഴുതണമെങ്കിൽ ബിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ നമ്മൾ താഴേക്ക് വരച്ചിട്ടുണ്ട്, ഓൾറെഡി ഫിഗറിൽ തന്നിട്ടുണ്ട്. അത് എ ആണ്. ഓക്കെ. അപ്പൊ താഴെ നോക്കുമ്പോൾ എക്സ് കോർഡിനേറ്റ് ഏതാണ്? 6 ആണ്. സോ ബിന്റെ എക്സ് കോർഡിനേറ്റ് എന്ത് തന്നെ വരും? 6 തന്നെ വരും. ഇനി വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? കണ്ടുപിടിക്കണം. വൈ കോർഡിനേറ്റ് കാണണമെങ്കിൽ ബിയെ നമ്മൾ വൈ ആക്സിസുമായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ. വൈ ആക്സിസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ പോയിന്റ് എത്ര വരുമെന്ന് കണ്ടുപിടിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നേരെ നോക്കുമ്പോൾ ഇതേ ലെങ്ത് തന്നെയാണ് സി ഡിയുടെ ലെങ്ത്തും. സി ഡി നമുക്ക് കിട്ടിയിരുന്നു, എത്രയാണ്? 4 ആണെന്ന് കണ്ടുപിടിച്ചിരുന്നു. സോ ഈ ലെങ്ത്തും 4 തന്നെയാണ് വരിക. ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം 4 ആണ്. അതായത് ഒറിജിനിൽ നിന്ന് 4 യൂണിറ്റ് മുകളിലേക്ക് കയറുമ്പോഴാണ് ഈ പോയിന്റ് കിട്ടുക. അതിന്റെ കോർഡിനേറ്റ്സ് 0, 4 ആയിരിക്കും. സോ ബിന്റെ വൈ കോർഡിനേറ്റ് കാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 4 എന്ന് വരും. സോ ബിന്റെ കോർഡിനേറ്റ്സ് എന്താണ് വരിക? 6, 4. ഇനി നമുക്ക് സിന്റെ കോർഡിനേറ്റ്സ് കാണണം. സിന്റെ കോർഡിനേറ്റ്സ് കിട്ടണമെങ്കിൽ സിയിൽ നിന്ന് നേരെ താഴെ നമ്മൾ ഒരു പോയിന്റ് വരച്ചിട്ടുണ്ട്. അതായത് സിനെ എക്സ് ആക്സിസുമായിട്ട് കണക്ട് ചെയ്യുന്നു ഈ പെർപെൻഡിക്കുലർ, സിനെ വൈ ആക്സിസുമായിട്ട് കണക്ട് ചെയ്യുന്നു ഈ പെർപെൻഡിക്കുലർ. ഓക്കെ. അപ്പോൾ ഈ പെർപെൻഡിക്കുലറിലെ ആ ഒരു എക്സ് ആക്സിസിലെ പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. എക്സ് ആക്സിസിലെ പോയിന്റ് ഇവിടെ എന്താണ്? ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതായത് ഒ ഡി എന്ന് പറയുന്നത് 4 ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. സോ ഡിന്റെ കോർഡിനേറ്റ്സ് എന്ത് വരും? 0ൽ നിന്ന് 4 യൂണിറ്റ് റൈറ്റ് സൈഡിലേക്ക് കൂട്ടുമ്പോൾ 4 വരും. ഈ പോയിന്റ് എക്സ് ആക്സിസിലെ പോയിന്റ് ആയതുകൊണ്ട് വൈ കോർഡിനേറ്റ് 0 ആണ്. ഓക്കെ. ഇനി നമുക്ക് സിന്റെ കോർഡിനേറ്റ്സ് എഴുതാം. സിയുടെ നേരെ താഴെ നോക്കുമ്പോൾ 4 ആണ് എക്സ് കോർഡിനേറ്റ് കാണാം. സോ അത് തന്നെയാണ് സിന്റെ എക്സ് കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് കിട്ടണമെങ്കിൽ ഒന്നുകിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് നോക്കുക. രണ്ട് സൈഡിൽ നോക്കിയാൽ എന്താ കിട്ടുന്നത്? 4 ആണ്. സോ സിന്റെ കോർഡിനേറ്റ്സ് 4, 4 ആണ്. സോ നമുക്ക് ആൻസർ എഴുതാം. ബി ആൻസർ. ബിന്റെ കോർഡിനേറ്റ്സ് 6, 4. സിന്റെ കോർഡിനേറ്റ്സ് 4, 4. ഇവിടെ നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ ഒരു പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് കാണണമെങ്കിൽ എപ്പോഴും ഏത് പോയിന്റിന്റെയാണ് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കാണേണ്ടത്? ആ പോയിന്റിനെ എക്സ് ആക്സിസുമായിട്ട് കണക്ട് ചെയ്തൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക, വൈ ആക്സിസുമായിട്ട് കണക്ട് ചെയ്തൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഓക്കെ. എക്സ് കോർഡിനേറ്റ് കാണണമെങ്കിൽ ഒന്നുകിൽ മുകളിലേക്ക് നോക്കുക, അല്ലെങ്കിൽ താഴേക്ക് നോക്കുക. വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നുകിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് നോക്കുക. സോ മുകളിലും താഴെയും നോക്കുമ്പോൾ എക്സ് കോർഡിനേറ്റ് ഒന്നുകിൽ മുകളിലേക്കായിരിക്കും നോക്കുക, മുകളിലായിരിക്കും പോയിന്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ താഴെയായിരിക്കും പോയിന്റ് ഉണ്ടാവുക. അതിന്റെ എക്സ് കോർഡിനേറ്റ് തന്നെയായിരിക്കും നമുക്ക് കാണേണ്ട പോയിന്റിന്റെയും എക്സ് കോർഡിനേറ്റ്. ഇതൊരു എന്താ പറയുക, ഒരു ഷോർട്ട് കട്ടാണ് കേട്ടോ. ഈ ആൻസർ കിട്ടാനുള്ള ഒരു ഷോർട്ട് കട്ടാണ്. നമ്മൾ സാധാരണ ചിന്തിക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിന് പാരലാണെങ്കിൽ വൈ കോർഡിനേറ്റ് സെയിം, വൈ ആക്സിസിന് പാരലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് സെയിം, ആ രീതിയിലാണ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ എക്സ് കോർഡിനേറ്റ് കാണണമെങ്കിൽ ഒന്നുകിൽ താഴേക്ക് നോക്കുക, അല്ലെങ്കിൽ മുകളിലേക്ക് നോക്കുക.
അപ്പൊ താഴെയുള്ള പോയിന്റിന്റെയോ അല്ലെങ്കിൽ മുകളിലുള്ള പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് തന്നെയായിരിക്കും നമുക്ക് കാണേണ്ട പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് കാണണമെങ്കിൽ ഒന്നുകിൽ ലെഫ്റ്റിലേക്കുള്ള പോയിന്റ് നോക്കുക അല്ലെങ്കിൽ റൈറ്റിലേക്കുള്ള പോയിന്റ് നോക്കുക. സോ അതിന്റെ വൈ കോർഡിനേറ്റ് തന്നെയായിരിക്കും നമുക്ക് കാണേണ്ട പോയിന്റിന്റെയും വൈ കോർഡിനേറ്റ്.